ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ന് എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഒന്ന് എൻ്റെ ഹെയർ കെയർ, മറ്റൊന്ന് എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ ഇതിൽ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാക്ക് കാണിച്ചു തരുമെന്ന്. ഈ ഒരു പാക്കിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. കാരണം വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നതും എല്ലാവരും തന്നെ കാണിക്കുന്നതായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്, വിച്ച് ഇസ് ഓൾറെഡി ഐ ഹവ് ഡൺ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്ക് പറഞ്ഞു തരുമെന്നാണ്. രണ്ട് കമൻസും, ഒരു കമൻറ്റ് കാണുന്നില്ല, അത് വേറൊരു കാര്യം. മറ്റൊരു കമൻറ്റ് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വളരെ മോശം രീതിയിലാണ് കേട്ടോ എൻ്റെ മുടീനെയും അതേപോലെ തന്നെ എൻ്റെ ഫേസിനെയും ട്രീറ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു കല്യാണത്തിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ ഫേസൊക്കെ വാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. അപ്പോൾ ഇപ്പോൾ ഏകദേശം എൻ്റെ ഹെയർസും കാര്യങ്ങളൊക്കെ പിന്നെയും റീഗ്രോത്ത് ആയി വന്നിട്ടുണ്ട്. പക്ഷെ അന്നത്തെ അത്ര ഇൻറ്റൻസ് അല്ല കേട്ടോ. അപ്പോൾ ആ ഹെയർ ഒന്ന് വാക്സ് ചെയ്ത് കളയണം. ഫേസിലൊരു നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ട്രാവൽ ചെയ്ത ടൈമിന്. അപ്പോൾ ആ ടാനൊക്കെ ഒന്ന് മാറ്റാൻ ഒരു പാക്ക് ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിക്വസ്റ്റഡ് പ്ലസ് എൻ്റെ ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു ആവശ്യമാണ്. വൈ? ബിക്കോസ് എൻ്റെ ഫേസിൽ നിറച്ച് ടാൻ ആയിട്ടുണ്ട്, എൻ്റെ ഹെയർ നല്ലപോലെ അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്കും ചെയ്യണം. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. സോ ഇതൊന്ന് പറഞ്ഞ് വലിച്ചു നീട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എനിക്കിവിടെ പിമ്പിൾ വന്നിട്ട് നോക്കിക്ക് മൂക്കിൽ ബൾബ് കത്തിച്ച ചോലുണ്ട്. ഓക്കെ, എനിവേ ഫസ്റ്റ് തന്നെ നമുക്ക് തലയിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. പൊതുവേ എൻ്റെ മുടി അത്ര ഫ്രിസി അല്ല കേട്ടോ, ഒരു ഡ്രൈ ഹെയർ ഒന്നല്ല. ഇങ്ങനെ എത്ര എണ്ണ വെച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കിടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പൊട്ടി അങ്ങനെയൊന്നും വരില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആവുമെന്ന് അറിയത്തില്ല. എനിവേ അങ്ങനെ ആവാറില്ല. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് ഷാമ്പൂ ഇട്ട് ഞാൻ വാഷ് ചെയ്യാണ്. ഒട്ടും എണ്ണ വെക്കാറില്ല. അപ്പോൾ ഞാൻ എണ്ണ വെക്കാണ്ട് അങ്ങനെ വാഷ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇന്നലെ വരെ ഞാൻ അങ്ങനെ ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഹെയർ ലോസ് ഒക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് തലയിൽ എണ്ണ വെക്കാം. ഫസ്റ്റ് ആസ് യൂഷ്വൽ എൻ്റെ സെയിം എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ചെമ്പരത്തിയാതി കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എണ്ണ തന്നെയാണ്. പിന്നെ ഈ ആപ്ലിക്കേറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കൊടുക്കുന്നു, എണ്ണയാക്കുന്നു. ബൈ ദ വേ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തായിരുന്നു കേട്ടോ. അടിവശം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു, ഇത്രയും ലെങ്ത് ആക്കി. ഇതിനെക്കാട്ട് കുറച്ചും കൂടി ലെങ്ത് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഞാൻ മുറിച്ച് കളഞ്ഞു. എനിക്കൊരു വാല് പോലെ തോന്നുന്നു മുടി കാണുമ്പോൾ. അപ്പം അന്നേരം ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മനസ്സുഖമൊക്കെ ഉണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു കേട്ടോ. ഒരു ഹെയർ കട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് അതന്നെ എൻ്റെ തലയിൽ ഇങ്ങനെ കയറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് ചെയ്യണമെന്ന്. പക്ഷേ ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കുന്ന പോലെ എനിക്കിനി ഒരു ഫാമിലി ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷന് ഞാനൊരു ബൺ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പാർലറിൽ ചേച്ചീനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നൊരു സെറ്റാക്കി എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മുടിക്ക് നീളമില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ദുരന്തമാവുമല്ലോ. അതുകൊണ്ട് അതും കൂടി കഴിഞ്ഞ് ഇങ്ങോട്ട് വെട്ടാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. ഇനി എനിക്ക് ആ ഹെയർ സ്റ്റൈലിൻ്റെ തലയിൽ വല്ലാണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും എണ്ണയായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തലയിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. എൻ്റെ കയ്യിലും കൂടി കരിഞ്ഞിട്ട് നോക്ക്. ഞാൻ ഇന്നൊരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ, വിച്ച് വാസ് എ ഫെയിൽ. ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു പാക്കാണ്. വെറുതെ കുറേ നേരം സമയം കളഞ്ഞു. വൈദ്യമേ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ആഫ്റ്റർ കെയർ കാണിച്ചു തരുമെന്ന്. ഇതാണ് എൻ്റെ ആഫ്റ്റർ കെയർ. ഇങ്ങനെയാണ് അവൻ ആഫ്റ്റർ കെയർ നടത്തുന്നത്. എനിക്ക് പ്രത്യേക ഒരു ആഫ്റ്റർ കെയർ ഒന്നുമില്ല. അപ്പോഴും ചെയ്തതിന് മുന്നേയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാൻ ഒരേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഐ എം എ മടിച്ചി. ഐ യൂസ് ടു ബി പ്രൊഡക്റ്റീവ് ഓൺലി അറ്റ് ടൈംസ്. എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു തോന്നലിലാണ് ഞാൻ പ്രൊഡക്റ്റീവ് ആകുക. സോ ആ കേസിൽ പറയാൻ നേരത്ത് അതുകൊണ്ടൊന്നല്ല കേട്ടോ. എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന സാധനം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മനസ്സുഖമില്ല. നമ്മളൊരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നേരത്ത് അങ്ങനെയല്ലേ, നമ്മൾ ആ ചെയ്യുന്ന തന്നെ പിന്നെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഏകദേശം നല്ല രീതിയിൽ എൻ്റെ താഴെയും മുകളിലും എണ്ണ വെച്ച് തീർത്തിരിക്കുകയാണ് കേട്ടോ. ഐ മീൻ സ്കാൽപ്പിലും ലെങ്ത്തിലും ഹെയർ വെച്ചിട്ടുണ്ട്, എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഞാൻ ഏറ്റവും കുറഞ്ഞത് 2 hours വെക്കും കേട്ടോ തലയിൽ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇങ്ങനെ
പിടിച്ച് കയറ്റി നന്നായിട്ട് കെട്ടി വെക്കുക. കണ്ടോ, ഐ ഹാവ് റോസാപ്പൂ. സോ ദിസ് റോസാപ്പൂ വിൽ ഹെൽപ്പ് മീ ടു ഹോൾഡ് ദിസ് ഹെയർ. സോ ആ ഒരു പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഹെയർ കെയറും സ്കിൻ കെയറും ഒരു വീഡിയോയിൽ തന്നെ ചെയ്യാമെന്നാണ്. പക്ഷെ ഞാൻ സ്കിൻ കെയർ പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സമയം 5 മണിയായി. നല്ല പോലെ ഇടി വെട്ടുന്നുണ്ട് പുറത്ത്. ഇപ്പം മൊത്തത്തിൽ ഇരുട്ടാകും, കാരണം മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് ചാറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഒരു സ്കിൻ കെയറും കൂടി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലൈറ്റിങ്ങും പോകും, കറണ്ടും ചിലപ്പോൾ പോകും, എല്ലാം കൂടി കൊള്ളാവും. അതുകൊണ്ട് ഞാൻ വേഗം ഒരു ഹെയർ പാക്കും കൂടി ഉണ്ടാക്കിയിട്ട് നാളെ രാവിലെ സെക്കൻഡ് പാർട്ടായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴ വരാനുള്ള ഒരു ആരംഭം കൊണ്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. വേഗം ഇതാക്കണം. ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ്, വിച്ച് ഇസ് കോഴിമുട്ട. ഈ കോഴിമുട്ട നമ്മൾ ജാറിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടും. ഓക്കെ, കുമാരൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ഒക്കെ ഇടിച്ചു നോക്കാം. ഓ മൈ ഗോഡ്, പൊട്ടി. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ് കേട്ടോ. ഞാൻ കുറച്ച് കാലം മുന്നേ നട്ടതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു തണ്ട് നോക്കി നമുക്ക് പറിക്കാം. ഇതാണ് നമ്മുടെ ചെടി. ഇതിലിപ്പോൾ വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണൊരു കൺഫ്യൂഷൻ. കണ്ടോ, ഇതാണ് നമ്മുടെ ചെടി. ഇതിലിപ്പോൾ ഒരു വലിയ കഷ്ണം നോക്കി മുറിച്ചെടുക്കണം. കറ്റാർവാഴ ഒഴികെ ബാക്കിയെല്ലാം ഫോക്കസ് ആവുന്നുണ്ട് കേട്ടോ. ഈ സിനിമാറ്റിക്കിലിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാന്താവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഒന്ന് ഫോക്കസായി വരുമ്പോഴത്തേക്കും നമ്മളെ വീഡിയോ എടുക്കേണ്ട കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈവ് മൊമെൻ്റ് എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഞാനതപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഉണങ്ങിയ പോലെ ഇരിക്കും തല തേക്കാൻ നേരത്ത്. എന്നിട്ട് ഇത് ഡയറക്റ്റായിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യും. ഇതാണ് എൻ്റെ പാക്ക്. വെളിച്ചെണ്ണ അല്ല കേട്ടോ, അത് കാച്ചിയ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് തൈരും കൂടി ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് ബ്ലെൻഡറിൽ വെച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഡയറക്റ്റ്ലി തലയിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇത് കുറച്ച് അധികം എടുത്തോ എന്നുള്ളൊരു സംശയം എനിക്ക് ഇല്ലാണ്ടില്ല. തുളുമ്പുന്നുണ്ട്, കുറച്ചധികമായിപ്പോയി. സാരമില്ല, നല്ലോണം തലയിൽ തേക്കാം. തുണി വിരിച്ചതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെയർ ഇങ്ങനെ അഴിച്ചിട്ട് നന്നായിട്ട് ഈ സാധനം അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേട്ടോ. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. പോരൻ്റെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല വൃത്തിയുള്ള സ്ഥലത്തൊന്നും പോയിരുന്നത് തേക്കരുത്. കാരണം ഇതിനകത്ത് മുട്ടയായത് കൊണ്ടും തൈരായത് കൊണ്ടും എന്തായാലും ഇതിനൊരു വൃത്തിയായിട്ട മണം ഉണ്ടാവും, ഒരു സുഖമില്ലാത്തൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇത് താഴേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മണമായിരിക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ആക്കുന്നതിലും നല്ലത് ഇതേപോലെ ഏതെങ്കിലും ആളുകൾ കാര്യമായിട്ട് വരാത്ത സ്ഥലങ്ങളുണ്ടല്ലോ വീടിൻ്റെ, അവിടെ വന്നിട്ട് ഇത് തേക്കുക തലയിൽ. എൻ്റെ മുഖത്തൊക്കെയായി, മുഖത്ത് ചെവിയിൽ എല്ലായിടത്തും ആവുന്നുണ്ട്. സാരമില്ല, ക്വൈറ്റ് നാച്ചുറൽ. അതങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. എല്ലായിടത്തും തന്നെ നിറച്ചായിട്ടുണ്ട്. അതപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തലയിൽ തേച്ച് ഇതിനിങ്ങനെ കെട്ടി വെക്കാൻ പോവുകയാണ്. എനിക്ക് എവിടേക്കൊക്കെയാണ് ആയെന്ന് ഇന്ന് ഞാൻ മണത്ത് നാറാൻ ചാൻസ് ഉണ്ട്. മുട്ടയല്ല, എന്തായാലും ആ ഒരു ഉളുമ്പ് മണം ഉണ്ടാവും. എനിക്കൊരു ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ അത്യാവശ്യം ഡ്രൈ ആയി വരുന്നതിനനുസരിച്ച് ഞാൻ പിന്നെയും തേച്ച് കൊടുക്കും. യൂഷ്വൽ ക്രൈറ്റീരിയ. അത് നിങ്ങൾക്കും അതേപോലെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി ഷെയർ ചെയ്യാവുന്നതാണ്. അമ്മയുടെ തലയിലോ ചേച്ചിയുടെ തലയിലോ ബ്രദറിനോ ആർക്കെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹെയറിന് നല്ല ന്യൂട്രീഷൻസ് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. തൈരിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന്, തൈര് നമ്മുടെ മുടി ഡാർക്കൻ ചെയ്യാനും ആ ഒരു കളർ ഉണ്ടല്ലോ ആ കളറിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കറ്റാർവാഴ ഫുൾ ഓഫ് ന്യൂട്രിയൻസ് ആണ് ഫോർ ഹെയർ. പിന്നെ എഗ്ഗിൻ്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ ഇതൊന്നും ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ നടക്കില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്കെങ്കിലും ഇത് ചെയ്യണം. വൺസ് ഇൻ എ വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വൺസോ ട്വൈസോ ഇൻ എ വീക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് മുടി തഴച്ച് വളർന്ന്
ഉപ്പൂറ്റി വരെ എത്തും. പിന്നെ അതേപോലെ തന്നെ വല്ലാത്തൊരു കട്ടി വരും. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ള ഹെയറിനെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. കാരണം ബാക്കിയുള്ളതൊന്നും ഒറ്റയടിക്ക് നടപടിയാവുന്ന സാധനമല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി 2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഇരിക്കട്ടെ. അതിന് ശേഷം ഞാൻ കഴുകിയതിന് ശേഷം വരാവേ. പാതിരാത്രി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുടിയെല്ലാം കൂടി വടി പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് പോയി വാഷ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം ഹെയറൊക്കെ വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പറയത്തക്കൊരു ഡിഫറൻസ് ഒന്നും അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി സ്മൂത്തൻ ചെയ്ത ഹെയർ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെയാണ് ഇപ്പോൾ വളഞ്ഞിരിക്കുന്നത്. നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ റെഡിയായി വരും. ഇത് എന്തോ മാജിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ അത്യാവശ്യം സ്മൂത്തൻ ചെയ്ത ഹെയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്മൂത്തായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ഈ ഹെയർ ഇരിക്കുന്നത്. ഞാനത് ഈ ഒരു പാക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിനെ കുറച്ചും കൂടി ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് സ്പെസിഫിക്കലി ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടോ ഹെയറിൻ്റെ കട്ടി കൂടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ വീഡിയോ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അതിനൊന്നും വേണ്ടിയിട്ടല്ല. നമ്മൾ വീക്ക്ലി ഒരു പാക്ക് ഇങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹെയറിന് അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഹെയറിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കണമെങ്കിൽ ഇതേപോലത്തെ ചെറിയ പാക്കും കാര്യങ്ങളൊക്കെ വീക്ക്ലി once or twice അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ see you guys on next video and I hope you guys find this video helpful. Bye bye.